ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്കിവിടെ ഗണിതമാണല്ലേ, മാത്തമാറ്റിക്സ് ആണ് എക്സാം വരുന്നത്. സോ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ ഒന്നിൽ എ ചോദ്യവും ബി ചോദ്യവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആദ്യം ഒന്നിൽ എ ചോദ്യം നോക്കാം. ലുക്ക് ഹൗ 61 ഈസ് റിട്ടൺ ആസ് ദി മൾട്ടിപ്പിൾ ഓഫ് 9 ആൻഡ് സം ഓഫ് ഡിജിറ്റ്. അതായത് താഴെ നിങ്ങൾക്ക് 61 61നെ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത് നോക്കിക്കേ. 2 ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് ഒരു ഡിജിറ്റ് കൂട്ടിയപ്പോഴാണ് നമുക്ക് 61 കിട്ടുന്നത്. അതായത് 9 × 6 + 7 ആണ് അല്ലേ. 9 × 6 എന്ന് പറയുന്നത് 54 ആണ്. 54നോട് 7 കൂട്ടിയപ്പോൾ നമുക്ക് 61 കിട്ടി. അടുത്തത് റൈറ്റ് 62 ആസ് ദി മൾട്ടിപ്പിൾ ഓഫ് 9 ആൻഡ് ദി സം ഓഫ് ഡിജിറ്റ് എന്നാണ്. അതായത് നിങ്ങളോട് ഇതേപോലെ 61നെ പോലെ നിങ്ങൾക്ക് 62നെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 62നെ എങ്ങനെ എഴുതാം? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതേണ്ടത്. സോ നമുക്കിവിടെ 9 × 6 എന്ന് എഴുതാം. 9 × 6 എത്രയാണ്? 54 ആണ്. +7 എന്നുള്ളിടത്ത് നമുക്ക് +8 എന്ന് കൊടുക്കാം. 54നോട് 8 കൂട്ടിയാലാണ് എന്ത് വരുന്നത്? 62 വരുന്നത്. അടുത്തത് ദ സം ഓഫ് ഡിജിറ്റ് ഇൻ എ നമ്പർ ഈസ് 30. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദിസ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 3? എന്താണ് പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഡിജിറ്റ്, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടുള്ള ആ ഒരു സം എന്ന് പറയുന്നത് 30 ആണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദിസ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 3? ഈ ഒരു 30 എന്നുള്ള നമ്പർ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുക. 30 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, അടിയിൽ കിട്ടുന്നതാണ് റിമൈൻഡർ. 30ൽ എത്ര 3 ഉണ്ട്? 10 ആണ് അല്ലേ. സോ 10 3s 30 ആണ്. നമുക്ക് താഴെ റിമൈൻഡർ 0 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ ഉത്തരം 0 ആണ്. അടുത്തത് സി ചോദ്യം. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദിസ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 9? 9 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്നാണ്. 30 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. 30ൽ എത്ര 9 ആണുള്ളത്? 3 9 ആണല്ലേ ഉള്ളത്. 3 9 എത്രയാണ്? 27 ആണ്. ബാലൻസ് 30ന്ന് 27 മൈനസ് ചെയ്താൽ എത്രയാണ്? 3 ആണല്ലേ. നമുക്ക് അടിയിൽ കിട്ടുന്നത് 3 എന്നാണ്. സോ ഇവിടെ റിമൈൻഡർ, നമ്മുടെ ആൻസർ 3 എന്നാണ്. അടുത്ത ഡി ചോദ്യമാണ്. എ 1 ഡിജിറ്റ് നമ്പർ വാസ് ആഡഡ് ടു എ നമ്പർ ഹൂസ് സം ഓഫ് ഡിജിറ്റ് ഈസ് 44. അതായത് ഇവിടെ 2 ഡിജിറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് 44 ആണ്. 44നോട് ഏതെങ്കിലും ഒരു 1 ഡിജിറ്റ് നമ്പർ കൂട്ടുകയാണ്. ദ നമ്പർ ദാറ്റ് വി ഗെറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 9 വിത്തൗട്ട് നമ്പർ. അങ്ങനെ കൂട്ടുമ്പോൾ, അതായത് 44നോട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ ഇപ്പോൾ കൂട്ടി, അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 9 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ദെൻ വിച്ച് ഈസ് ദി 1 ഡിജിറ്റ് നമ്പർ ദാറ്റ് വാസ് ആഡഡ്? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കൂട്ടിയിട്ടുള്ള 44നോട് കൂട്ടിയിട്ടുള്ള സംഖ്യ, ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കേ, 44 കഴിഞ്ഞിട്ട് 9ന്റെ മൾട്ടിപ്പിൾ ഏതാണ് വരുന്നത് നോക്കിക്കുക. 9ന്റെ മൾട്ടിപ്പിൾ ടേബിളിൽ 44 ശേഷിനും തൊട്ടടുത്തത് വരുന്നത് ഏതാണ്? 45 ആണല്ലേ. 5 9 45 ആണ്. സോ നമ്മൾ കൂട്ടിയിട്ടുള്ള നമ്പർ ഏതായിരിക്കും? 1 ആണ്. 44നോട് 1 കൂട്ടിയാൽ 45 അല്ലേ. 45 ഡിവൈഡഡ് ബൈ 9 നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. സോ നമ്മൾ ആ കൂട്ടിയിട്ടുണ്ടാവുന്ന ആ ഒരു 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ. ഇനി ഈ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 9 ആൻഡ് 5 വിത്തൗട്ട് റിമൈൻഡർ? ഇവിടെ താഴെ നൽകിയിട്ടുള്ളതിൽ 5 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ ഏതാണ്? നമുക്ക് റിമൈൻഡർ എന്താണ്? 0 ആണ് കിട്ടുക. 5ന്റെയും 9ന്റെയും ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? 5ന്റെ ഡിവിസിബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ 5ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 0ൽ അവസാനിക്കണം. സോ ഇവിടെ 5ൽ അവസാനിക്കുന്ന, 0ൽ അവസാനിക്കുന്നത് ഏതാണ്? ബി സി ഡി എന്ന ഓപ്ഷനാണ്. സോ ഇതിൽ ഈ 3 ഓപ്ഷനെ 5ന്റെ ഡിവിസിബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. ആദ്യത്തെ എ നമുക്ക് കട്ട് ചെയ്താളാം. അത് 5ന്റെ ഡിവിസിബിൾ അല്ല. കാരണം 5ലും അല്ല 0ലും അല്ല അവസാനിക്കുന്നത്.
9ലാണ്. നമ്മൾക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുള്ള 3 ഓപ്ഷൻസും എന്താണ്? 5ന്റെ ഡിവിസിബിൾ ആണ്. സോ നമുക്കിനി 9ന്റെയും കൂടി ഡിവിസിബിൾ ആവണം. എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഇവിടെ നൽകിയിട്ടുള്ള സംഖ്യകൾ ഓരോ ഡിജിറ്റും തമ്മിൽ കൂട്ടി നോക്കുക. അതായത് 24,875 ഇല്ലേ, അതിനെ എങ്ങനെ ചെയ്യണം? 2 + 4 + 8 + 7 + 5 ഇങ്ങനെ ചെയ്ത് നോക്കുക. നമുക്ക് 26 എന്ന് കിട്ടും. 26 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യയാണോ? അല്ല, അതുകൊണ്ട് ബി തെറ്റാണ്. അത് സി നോക്കിക്കേ. 4 + 7 + 4 + 8 + 5 ചെയ്ത് നോക്കുക. 28 ആണ് കിട്ടുന്നത്. ഇത് 9ന്റെ ഡിവിസിബിൾ ആണോ? അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 28 വരുന്നുണ്ടോ? ഇല്ല. സോ അതും ഇത് തെറ്റാണ്. അടുത്തത് 2 + 4 + 6 + 6 + 0 ചെയ്ത് നോക്കുക. നമുക്ക് 18 എന്നാണ് കിട്ടുന്നത്. 18 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നില്ലേ? 2 9s are 18 ആണല്ലേ. 2 9 18 ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് 5 കൊണ്ടും ഡിവിസിബിൾ ആണ്, 9 കൊണ്ടും ഡിവിസിബിൾ ആണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1ലെ ബി ചോദ്യമാണ്. റൈറ്റ് 654 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 9 ആൻഡ് സം ഓഫ് ഡിജിറ്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 654നെ ഏതെങ്കിലും 2 ഡിജിറ്റ് തമ്മിൽ ഗുണിച്ചിട്ടും ഒരു ഡിജിറ്റ് കൂട്ടിയിട്ടും, അതായത് ഓർ ക്വസ്റ്റ്യനിൽ 1ൽ എയിൽ തന്നിട്ടില്ലേ, അതേപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടും, പിന്നെ സം എന്ന് പറഞ്ഞാൽ അതിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടിയിട്ടും കിട്ടുന്ന ഉത്തരം 654 ആവണം. ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഏതെങ്കിലും സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് 600 എന്ന് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 × 100 600 അല്ലേ കിട്ടി. ബാക്കി എത്രയുണ്ട് 654 ആവാൻ? 54 കൂടി ഉണ്ടല്ലേ. സോ നമുക്ക് ആ 54നെ കൂട്ടി ചെയ്യാം, +54 എന്ന് എഴുതാം. സോ ഇവിടെ 6 × 100 എന്ന് എഴുത, ബ്രാക്കറ്റിൽ +54 എന്ന് എഴുതാം. ഉത്തരമായി. അതായത് ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 654 ഈസ് ഡിവൈഡഡ് ബൈ 9? 654നെ 9ഉമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 65ൽ A9 ആണുള്ളത്. A9 എത്രയാണ്? 63 ആണുള്ളത്. ബാലൻസ് എത്ര വരും? 5ന്ന് 3 പോയാൽ 2 ആണ്. 24. 24ൽ എത്ര 9 ഉണ്ട്? 2 ആണല്ലേ. 2 9 18 ആണ്. ബാലൻസ് അവിടെ 24ൽ നിന്നും 18 കുറച്ചാൽ 6 ആണ് വരുന്നത്. നമുക്ക് പറയാം റിമൈൻഡർ കിട്ടുന്നത് 6 ആണ്. 6 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം 654 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ചെയ്ത് നോക്കാം. നിങ്ങൾ 6ൽ എത്ര 3 ഉണ്ട്? 2 ആണ്. 2 3 6 ആണ്. നമുക്ക് 0 കിട്ടി. 5 ഇറക്കി ചെയ്ത്. 5ൽ എത്ര 3 ഉണ്ട്? 1 3 ആണ്. 1 3 3. 5ന്ന് 3 കുറച്ചാൽ 2 ആണ്. 4ന്ന് ഇറക്കി ചെയ്ത്. 24ൽ എത്ര 3 ഉണ്ട്? 8 3 ആണുള്ളത്. 8 3 എത്രയാണ്? 8 3 24 ആണ്. സോ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ 0 ആണ് ആൻസർ വരുന്നത്. ബിയും സിയും നമ്മൾ ചെയ്തു. ബിന്റെ ഉത്തരം 6, സിന്റെ ഉത്തരം 0. അടുത്തത് ഡി ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീവ്സ് റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 3 ആൻഡ് 9? അതായത് താഴെ നിങ്ങൾക്ക് ഓപ്ഷനിൽ 4 നമ്പേഴ്സ് നൽകിയിട്ടില്ലേ? ഈ സംഖ്യയിൽ ഏതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടണം? അതേ സംഖ്യ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 1 കിട്ടണം. അതേതാണെന്ന് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താം? ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 3481 എന്നാണല്ലോ. ഇതെല്ലാം കൂട്ടുക. അതായത് 3 + 4 + 8 + 1 നമുക്ക് 16 എന്ന് കിട്ടും. 16നെ നിങ്ങൾ 9 കൊണ്ട് ഹരിച്ചേ, നമുക്ക് റിമൈൻഡർ A ആണ് കിട്ടുക. 16നെ 3 കൊണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. വേണ്ട, 2ഉം 1 കിട്ടണമല്ലോ. സോ ആദ്യം നിങ്ങൾ 16നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 7 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ 3നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 2ലും 1 ആണ് വേണ്ടത്. 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 കിട്ടണം. അടുത്തത് ബി ഓപ്ഷൻ നോക്കിക്കേ. 2484 അല്ലേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 2 + 4 + 8 + 4 ചെയ്ത് നോക്കുക. 18 കിട്ടി. 18 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? റിമൈൻഡർ 0 അല്ലേ കിട്ടുന്നത്. നമുക്ക് റിമൈൻഡർ 1 കിട്ടണം അല്ലേ. സോ ബി ഓപ്ഷനും തെറ്റാണ്. അടുത്തത് സി ഓപ്ഷൻ 3277 ആണ്. എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിക്കേ. അതായത് 3 + 2 + 7 + 7 നമുക്ക് എത്ര കിട്ടി? 19 കിട്ടി. ആദ്യം നിങ്ങൾ 19 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. നമുക്ക് റിമൈൻഡർ 1 കിട്ടി. സോ നമുക്ക് 1 കിട്ടിയത് കൊണ്ട് നമ്മൾ 19 ഡിവൈഡഡ് ബൈ 3 കൂടി ചെയ്യുക.
അപ്പോഴും നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഇതല്ലേ നമ്മുടെ ഉത്തരം. 9 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത്. നിങ്ങൾ ഹരിച്ച് നോക്കട്ടോ, ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നില്ല, അത് സിമ്പിൾ ആണല്ലോ. സോ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പെയർ ഓഫ് ആംഗിൾസ് ഫോംഡ് വെൻ 2 ലൈൻസ് മീറ്റ് ഈച്ച് അതർ? 2 ലൈൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ചോദ്യം ആദ്യം പറയാം. 2 ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ആംഗിൾസ് ഉണ്ടാകുന്നുണ്ടല്ലേ. സോ ഈ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഇല്ലേ, അതായത് ഇവിടെ നിങ്ങൾക്ക് റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഈ 2 ആംഗിൾസ് അല്ലെങ്കിൽ അടിയിൽ ഉണ്ടാവുന്ന 2 ആംഗിൾസ്, ഈ പെയർ ഓഫ് ആംഗിൾസ് അതായത് ഇവിടെയുള്ള എയും ബിയും ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് A+B എന്തായിരിക്കണം? 180 ഡിഗ്രി ആണ്. ഇവിടെ നമ്മൾക്ക് ഓപ്ഷനിൽ നൽകിയിട്ടുള്ള പെയേഴ്സ് കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടോ നോക്കാം. അതായത് ഓപ്ഷൻ എ 40 + 50 90 ആണ് അല്ലേ. നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ തെറ്റാണ്, കാരണം കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടുന്നില്ല. അതായത് ബി നോക്കിക്കേ, 60 + 40 100 ആണ്, 180 കിട്ടുന്നില്ല, അതുകൊണ്ട് ബി തെറ്റാണ്. ഓപ്ഷൻ സി 70 + 110 എത്രയാണ് കിട്ടുന്നത്? 70 കൂട്ടണം 110, നമുക്ക് 180 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ശരിയാണെന്ന് ഉറപ്പിച്ച് പറയാം. ഇവിടെ ചോദ്യത്തിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി പാരലലോഗ്രാം വിത്ത് ദി സെയിം മെഷർമെന്റ്. താഴെ നിങ്ങൾക്കൊരു പാരലലോഗ്രാമിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ലെങ്ത് ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്, ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. ഒരു ആംഗിൾ അവിടെ 140 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ലെങ്ത് നൽകിയിട്ടുണ്ട്. താഴെ 5 ആണെങ്കിൽ മുകളിലും 5 ആണ്, ഒരു സൈഡിൽ 4 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റും 4 ആണ്. നിങ്ങൾക്ക് ഒരു സൈഡിൽ 140 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും 140 ഡിഗ്രി ആണെന്ന് എഴുതാം. കാരണം പാരലലോഗ്രാമിന്റെ പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. അത് പഠിച്ചു വെക്കുക, ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. ഇനി അഡ്ജസെന്റ് അതായത് ഒരേ സൈഡിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് കൂട്ടിയാൽ 180 കിട്ടണം. സോ ഇവിടെ ആംഗിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് 180ൽ നിന്ന് 140 കുറയ്ക്കുക, 40 എന്ന് കിട്ടും. അതായത് 140നോട് 40 കൂട്ടിയാൽ 180 അല്ലേ, അതുകൊണ്ടാണ് 40 വരുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണെന്ന് പറയാം. നമ്മൾ 4 ആംഗിൾസും കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതേ സെയിം മെഷർമെന്റ് വെച്ചിട്ട് ഒരു പാരലലോഗ്രാം വരയ്ക്കാനാണ്. ഇതേ ആംഗിൾസ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആംഗിൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള ചിത്രം വരയ്ക്കുക. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും മറ്റൊരു ആംഗിൾ ഇവിടെ എഴുതാനാണ്. നമുക്ക് 40 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ. 140 അല്ലാത്ത മറ്റൊരു ആംഗിളിന്റെ പേര് എഴുതാനാണ് 40 ഡിഗ്രി എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഈക്വൽ ടു 10% ഡിസ്കൗണ്ട്? 10% ഡിസ്കൗണ്ട് എന്നതിന് തുല്യമായത് ഏതാണ്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള പൈസയുടെ 10% അതായത് ആണോ എന്നാണ് ഡിസ്കൗണ്ട്. അതായത് 10 റുപ്പീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 10% ആണോ ഒരു പൈസ എന്ന് നോക്കുക. അതായത് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് 10 റുപ്പീസ് അല്ലേ. ഇതിൻ്റെ 10% 10% എന്ന് പറയുന്നത് ഇതിനെ 10 ഡിവൈഡ് ചെയ്യുക എന്നാണ്. 10 ഭാഗങ്ങളാക്കുക, അതിൽ ഒരു ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് 10 റുപ്പീസിൻ്റെ 10% ആണ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 എന്നാണ്, 1 റുപ്പീസ് ആണ് 10 റുപ്പീസിൻ്റെ 10% ആയിട്ട് വരുന്നത്. 1 പൈസ എന്നാണ് നൽകിയിട്ടുള്ളത്. 1 റുപ്പീസിനെക്കാട്ടിലും എത്രയോ താഴെയല്ലേ ഒരു പൈസ വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്, അതിൻ്റെ 10% അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് 200 റുപ്പീസിൻ്റെ 10% എന്ന് പറയുന്നത് 20 രൂപയാണെന്ന്. നമുക്ക് 200 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കാം. 20ൽ എത്ര 10 ഉണ്ട്? 2 10s ആണുള്ളത്. 2 10 20 ആണ്. 0 കിട്ടി, 0 മേലേക്ക് എഴുതുക. നമുക്കിവിടെ 20 എന്ന് കിട്ടി. അതായത് 200ൻ്റെ 10% കണ്ടപ്പോൾ 20 എന്ന് കിട്ടി. ഇവിടെ 20 ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ശരിയാണെന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ് 10 റുപ്പീസിൻ്റെ 10% എന്ന് പറയുന്നത് 1 റുപ്പിയാണെന്ന്. നമുക്ക് 10 റുപ്പീസിൻ്റെ 10% കാണാൻ 10 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്നത് 1 റുപ്പീസാണ്. അതായത് 10 രൂപയുടെ 10% എന്ന് പറയുന്നത് 1 രൂപയാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ പറയാണ് 1 രൂപയുടെ 10% ഒരു പൈസയാണെന്ന്. നമുക്കിവിടെ 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. 1 രൂപ എന്തിന് ഈക്വലാണ്? 100 പൈസയ്ക്ക് ഈക്വലാണ്. സോ 100 പൈസയുടെ 10% കാണാം. 100 ഡിവൈഡഡ് ബൈ 10 എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 10
പൈസയാണ് ഇവിടെ കിട്ടുന്നത്. 100 പൈസയുടെ 10% 10 പൈസയാണ്. ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് 1 പൈസ എന്നാണ് നൽകിയിട്ടുള്ളത്. സോ അത് തെറ്റാണ്. മനസ്സിലായല്ലോ? ഇവിടെ ശരിയായിട്ടുള്ളത് 2 and 3 ആർ കറക്റ്റ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ്. അടുത്തത് ബി ചോദ്യമാണ്. ഷൈൻ ബോട്ട് എ ഷർട്ട് വർത്ത് ₹600 ഫ്രം എ ഷോപ്പ്. ഒരു ഷോപ്പിൽ നിന്നും ഷൈന് ഒരു ഷർട്ട് വാങ്ങി. എത്രയാണ് വില വരുന്നത്? 600 രൂപയാണ് ആ ഷർട്ടിൻ്റെ വില വരുന്നത്. ഹി ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് 15%. അയാൾക്ക് ഷർട്ട് വാങ്ങിയപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത്? 15%. ഹൗ മച്ച് ഡിഡ് ഹി പേ ഫോർ ദി ഷർട്ട്? എത്രയാണ് അയാൾ ആ ഷർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് കാണണം? 600 രൂപയുടെ 15% കാണണം. എന്നിട്ട് ആ ഒരു പെർസെൻറ്റേജ് 600-ൽ നിന്നും കുറയ്ക്കണം. 600 രൂപയുടെ 15% കാണാൻ വേണ്ടി നമുക്കിവിടെ 600 × 15/100 ചെയ്യണം. 600 × 15 ചെയ്യാം. 600 × 15 എങ്ങനെയാണ്? ആദ്യം 600 × 15 ആണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ 5 × 0 0 ആണ്, 5 × 0 0 ആണ്, 5 × 6 30 ആണ്. അടുത്തത് 1 × 0 0 ആണ്, 1 × 0 0 ആണ്, 1 × 6 6 ആണ്. ലാസ്റ്റ് നമുക്ക് കൂട്ടുമ്പോൾ 0 0 0 9,000 ആണ് കിട്ടുന്നത്. ഇനി 9,000 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. 9,000 ഡിവൈഡഡ് ബൈ 100 നമുക്ക് സീറോസ് കട്ടാക്കി പോവാം. 0 0 0 0 കട്ട്. 90 ഡിവൈഡഡ് ബൈ 1 കിട്ടി. 90 ഡിവൈഡഡ് ബൈ 90 എത്രയാണ്? 90 തന്നെയാണ്. ഇതാണ് 600-ൻ്റെ 15% എന്ന് പറയുന്നത്. ഇത് 600-ൽ നിന്നും കുറയ്ക്കണം. അതായത് 600 മൈനസ് 90 ചെയ്യണം. ഇത് ചെയ്യാൻ മറന്നു പോകരുത്. ഇതാണ് റുപ്പീസ്. 510 അയാൾക്ക് ഷർട്ടിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന തുക. 110 റുപ്പീസ് ആണ് വരുന്നത്. എ പാൻസ് വർത്ത് ₹800 വാസ് ബോർഡ് ഫോർ ₹720. 800 രൂപയുടെ പാൻറ് 720 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് ഹി ഗോട്ട്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് എത്രയാണ്? ഇവിടെ എമൗണ്ട്, അയാൾക്ക് കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് 800-ൽ നിന്നും 720 കുറയ്ക്കുക. അതായത് 80 രൂപയാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. 80 രൂപയാണ്. ഇനി എത്ര ശതമാനമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കേ. 800 രൂപയുടെ എത്ര ശതമാനമാണ് 80 രൂപ വരുന്നത്? 800-ൻ്റെ 10% അല്ലേ 80. 800 ഡിവൈഡഡ് ബൈ 80 10 ആണ് വരുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10%. മനസ്സിലായല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.